ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ BCCI പരാതി നൽകി. ഇന്ത്യക്കെതിരായ സൂപ്പർ 4 പോരാട്ടത്തിനിടെ പാകിസ്ഥാൻ താരങ്ങളായ ഹാരിസ് റൌഫും സാഹിബ് സാദ ഫർഹാനും ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആംഗ്യങ്ങളും സെലിബ്രേഷനും ചെയ്തത് വലിയ വിവാദമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, കഴിഞ്ഞ സൂപ്പർ 4 മത്സരത്തിലാണ് വിവാദമായി സംഭവങ്ങൾ ഉണ്ടായത്. അന്ന് റൌഫ് ഇന്ത്യൻ വിമാനങ്ങൾ വീഴുന്നു എന്ന രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിച്ചു എന്നതായിരുന്നുവല്ലോ ഒരു വിവാദം. മറ്റൊന്ന് ഫർഹാൻ മെഷീൻ ഗണ്ണിൽ നിന്ന് വെടിയുതിർക്കുന്നത് പോലെയുള്ള ആംഗ്യം കാണിച്ചുവെന്നും. ഇപ്പോൾ എന്താണ് BCCI പരാതിയായി നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ പറയുന്നത്? മഞ്ജുഷ, ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ ചേർത്ത് വെക്കപ്പെടുന്ന തരത്തിലുള്ള ചില ആംഗ്യങ്ങളാണ് ഈ പാക് താരങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ സൂപ്പർ 4 മത്സരത്തിലാണ് ഈ ഒരു വിവാദമായിട്ടുള്ള ആംഗ്യം ഈ പാക് താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതായത് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള സാഹിബ് സാദ ഫർഹാൻ പിന്നീട് കാണികൾക്ക് നേരെ ഈ തോക്കുപോലെ ബാറ്റ് ഉയർത്തി തോക്കുപോലെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെടിയുതിർക്കുന്ന തരത്തിലുള്ള ആംഗ്യമാണ് കാണിക്കുകയും ചെയ്തത്. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. അതിനു പിന്നാലെ ഇന്ത്യൻ ബാറ്റിംഗ് നടക്കുന്ന വേളയിൽ 6-0 എന്ന രീതിയിലുള്ള ചില ആംഗ്യം ഹാരിസ് റൌഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വെടിവെച്ചിട്ട് എന്ന തരത്തിലുള്ള ചില ആംഗ്യമായിരുന്നു ഈ ഒരു താരത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്ത്. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ BCCI ICCക്ക് മുമ്പാകെ പരാതി നൽകിയിരിക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് ഈ പരാതി സമർപ്പിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി ഇരു താരങ്ങളും നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ വിഷയത്തിൽ ഇരു താരങ്ങളും നിഷേധിച്ചാൽ ICC ഇരുവരെയും വിളിപ്പിച്ചേക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എലൈറ്റ് പാനൽ റഫറി റിച്ചാർഡ്സിന് മുമ്പിൽ ഇരുവരും ഹാജരാക്കി കൃത്യമായ തരത്തിലുള്ള മറുപടിയും അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടി വരും. ഈ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ കനത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ പാകിസ്ഥാൻ താരങ്ങളും ഇത്തരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെയും സമാനമായ രീതിയിലുള്ള ചില പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാക് മത്സരത്തിന് വിജയിച്ചതിന് ശേഷം സൂര്യകുമാർ യാദവ് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇരയായവർക്ക് ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നടക്കമുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാക് ക്രിക്കറ്റ് ബോർഡ് ഇതിനു പിന്നാലെ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയവും ICCക്ക് മുൻപാകെ വരികയും ചെയ്യും. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ പാക് താരങ്ങളുടെ ഈ പ്രകോപനപരമായിട്ടുള്ള ഈ ഒരു നടപടി അത് വലിയ വിഷയത്തിലേക്ക് വരികയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ സൂപ്പർ 4 പോരാട്ടം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരം നടക്കാനിരിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവരാണ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടുക എന്നുള്ളതാണ്. അതേസമയം പാകിസ്ഥാൻ ഇന്ന് വിജയിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു മത്സരത്തിന് ഇനിയൊരു വഴി തുറക്കൂ എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിജയിച്ച് പാകിസ്ഥാൻ ഫൈനലിലേക്ക് വന്നാൽ അത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് അസ്ത്രദാന വിവാദവും ഒക്കെ വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇരു താരങ്ങളും അല്ലെങ്കിൽ ഇരു ടീം അംഗങ്ങളും തമ്മിൽ ഒരു വാക്പോരിന് പിന്നാലെ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുമോ എന്നുള്ള ഒരു സാധ്യതകൾ കണക്കിലെടുക്കുന്നുണ്ട്. മറ്റൊന്ന് കാണികൾ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിലെ വിജയി ആരാണ് എന്ന് അറിഞ്ഞിട്ട് വേണം മറ്റൊരു തരത്തിലേക്ക് ഇത് കാര്യങ്ങൾ പോകുമോ അല്ലെങ്കിൽ മറ്റു പ്രകോപനപരമായിട്ടുള്ള നടപടികളിലേക്ക് ഇത് പോകുമോ എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം നിർണായകമാണ്. ജയിക്കുന്ന ടീമാണ് ഇന്ത്യയെ ഫൈനലിൽ നേരിടേണ്ടി വരിക. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ ഇന്ത്യ ഇപ്പോൾ ICCക്ക് പരാതി നൽകിയിരിക്കുന്നത്. റൌഫിനെതിരെയും ഫർഹാനെതിരെയുമാണ് പരാതി പോയിരിക്കുന്നത്. പ്രകോപനപരമായ രീതിയിൽ ആംഗ്യങ്ങൾ കാട്ടി എന്നുള്ള പരാതിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്.